ഹലോ, നമ്പർ 1 ആരോഗ്യ കേരളത്തിന് ഇതാ വിവാദത്തിന് ഒരു പൊന്തുവൽ കൂടി വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണെന്നല്ലേ പുതിയ വിവാദം? ഇപ്രാവശ്യം സിസ്റ്റം ഫെയിലിയർ ഒന്നും അല്ല കേട്ടോ, അതുക്കും മേലെയാണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 സുമയ്യ എന്ന 26 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി തൈറോയ്ഡ് ശസ്ത്രക്രിയക്കായിട്ട് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് ചികിത്സ തേടി. അവിടെ മുതൽ തുടങ്ങിയ ആ പെൺകുട്ടിയുടെ കഷ്ടകാലം എന്താണെന്നറിയോ? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് കടക്കാം. 2023 മാർച്ച് 20-22 തീയതിയിലാണ് സുമയ്യ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കായിട്ട് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ഇവർ ചെയ്ത പണി എന്താണെന്ന് അറിയാം. ഗൈഡ് വയർ എന്ന ഉപകരണം ശസ്ത്രക്രിയക്കിടെ സുമയ്യയുടെ ഹൃദയത്തോട് ചേർത്ത് തുന്നിക്കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതായിരുന്നു ആ ഒരു കുട്ടിയുടെ ദേഹാസ്വാസ്ഥ്യത്തിനുള്ള പ്രധാന കാരണം. ഇത് വെളിപ്പെട്ടത് എപ്പോഴാണെന്നറിയാവോ? 2023 മുതൽ 25, അതായത് ഇപ്പോഴും ആ കുട്ടിയുടെ ഹൃദയത്തില് ഇതുണ്ട്. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു എക്സ്റേ എടുത്തപ്പോഴാണ് ഈ വിവരം ആ കുട്ടി പോലും അറിഞ്ഞത്. 2 വർഷത്തിന് ശേഷം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എക്സ്റേ എടുത്തപ്പോഴാണ് അന്നത്തെ ശസ്ത്രക്രിയയുടെ ഗുരുതരമായ പിഴവ് പുറത്തായത്. ഈ 2 വർഷക്കാലം അവൾ അനുഭവിച്ച ദുരിതം എന്താണെന്ന് അറിയണ്ടേ? ശ്വാസ തടസ്സം, വേദന എന്നിവ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ജോലി ചെയ്യാണ് ലാബ് അസിസ്റ്റന്റ് ആയിട്ട്. അതുപോലും അവൾക്ക് ചെയ്യാൻ പറ്റാതെ അവൾ ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. പോരാത്തതിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും. ഇതിനെക്കുറിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇത് സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ആ കമ്മിറ്റി കാരണം 2023 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം 2020 ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ പേഷ്യന്റ് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളാണ്. അപ്പോൾ ഭാഗ്യം സിസ്റ്റം ഫെയിലിയർ ആണെന്നുള്ള പതിവ് പല്ലവി ഇവിടെ ആവർത്തിച്ചില്ല. ഇനി നമുക്ക് ഹോസ്പിറ്റൽ അധികൃതർക്കെതിരെയുള്ള നടപടി എന്താണെന്ന് കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. സൂപ്രണ്ട് ഡോക്ടർ വി കൃഷ്ണവേണിയും അതേപോലെ ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ KJ റീനയും ചേർന്ന് ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചു. അനസ്തീഷ്യ ജനറൽ സർജറി വിഭാഗത്തിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. ശ്രീ ചിത്രയുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ഇപ്പോൾ ആ യുവതിയുടെ ശരീരത്തിൽ നിന്ന് വിഘടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ സർജറി നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ അദ്ദേഹത്തിന്റെ ഈ ഒരു കൈയബദ്ധം അദ്ദേഹം മറ്റൊരു ഫോൺ സംഭാഷണത്തില് പറഞ്ഞിട്ടുണ്ട്, അതായത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു, അത് അയാളുടെ മാത്രം തെറ്റല്ല, അനസ്തീഷ്യ വിഭാഗത്തിലെ ആൾക്കാരുടെ തെറ്റും കൂടിയാണെന്നാണ് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അതായത് ആ ഹോസ്പിറ്റലിലെ ഉപകരണം മറ്റൊരു യുവതിയുടെ, അതായത് പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ ഒരു യുവതിയുടെ ശരീരത്തിലേക്ക് അത് തുന്നിച്ചേർത്ത് കൊടുക്കുന്നത് ഏതുതരം മനോഭാവമാണ്? ഇതാണോ നിങ്ങളുടെ എത്തിക്സ്? ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് സുമയ്യ. അതായത് ഈ ശസ്ത്രക്രിയ ചെയ്ത ഈ ഡോക്ടർ ഇവളുടെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും 4700 രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് സുമയ്യ പറയുന്നത്. ഇത്രയും ചെയ്ത് പോരാണ്ടാണ് കൈക്കൂലി കൂടി ആ കുട്ടിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചേക്കണേ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ കുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ അവളുടെ ആ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അധികപ്പറ്റായിട്ടുള്ള ആ ഒരു ഉപകരണം അത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് ദുർഘടം പിടിച്ച കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. അവളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നാണ് പറയുന്നത്. പക്ഷെ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ആ കുട്ടി ഇങ്ങനെ വേദന സഹിച്ച് ജീവിക്കേണ്ടി വരിക? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ തന്നെ ആ കുട്ടീനെ ഇപ്പൊ തന്നെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു. തന്റെ വയ്യായിക മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് തന്നെ ഏറ്റവും വലിയ വയ്യായിക നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ ആലോചിക്കോ? ഇതൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് അപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക? ഇത്രയൊക്കെ ക്രൂരത ആ കുട്ടിയോട് കാട്ടിയതും പോരാഞ്ഞിട്ട് സർജറിക്ക് മുമ്പും ശേഷവും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കാണിച്ച മനസ്സ്, അതായത് കൈക്കൂലി, സമ്മതിക്കണം. ഇതുപോലത്തെ എത്രയെത്ര സർജറിക്ക് നിങ്ങൾ ഇതുപോലത്തെ കുഞ്ഞ് എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാക്കും. ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം വേറൊന്നുമല്ല, ഓരോരു സാധാരണക്കാരും ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതീക്ഷയാണ്, അതായത് തന്റെ രോഗം മാറും എന്നുള്ളൊരു പ്രതീക്ഷ. പൈസയ്ക്ക് വേണ്ടി മാത്രം അവനവന്റെ എത്തിക്സ് മറന്ന് കാണിക്കുന്ന ഇത്തരം ഡോക്ടേഴ്സിനെ പാടെ ഒഴിവാക്കുക, അല്ലെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞ നമ്പർ 1 കേരളം ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.